അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണി. അതിനു വേണ്ടി 250 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം വെച്ച് അത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ പുഴുങ്ങി കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഇവയെല്ലാം കുഴച്ചെടുത്ത് ഓയിലൊഴിച്ച് പൊരിച്ചെടുക്കാം. മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 പിടി വേപ്പില ഇട്ട് കോരിയെടുക്കാം. അടുത്തത് ഫ്രൈ പാൻ വെച്ച് നമുക്ക് ഓയിലും നെയ്യും ഒഴിച്ച് സബോള വറുത്ത് കോരാം. അതേ ഓയിലിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാം. ഒരു പാത്രം വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് 1 പിടി ഉള്ളി, ചുവന്നുള്ളി നന്നായി അരച്ചത് ചേർത്ത് വഴറ്റിയെടുക്കാം. അത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് 3 സബോള അരിഞ്ഞ് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം വേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതിലേക്കിട്ട് നന്നായി മൂടി വെച്ച് വേവിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 പിടി മല്ലിയിലയും കൂട്ടി നന്നായി മിക്സ് ചെയ്യാം. ചെമ്മീൻ പുഴുങ്ങിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സബോള 1 പിടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് അരി കഴുകിയിട്ട് തിളപ്പിച്ച് കോരിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 പകുതി ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് നമുക്ക് അത് വേവിച്ച് കോരിയെടുക്കാം. ബിരിയാണി പോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചോറ് വേവിച്ച് അതിലിട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും പൈനാപ്പിളും ചെറുതാക്കി അരിഞ്ഞതും അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്ത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇനി ചെമ്മീൻ റോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.